ഹായ് ഹലോ, ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സൂര്യനാരായണനെയും മക്കളെയും കുടുംബത്തെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടാണ് തമ്പി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ തമ്പിയുടെ ചെറിയൊരു തന്ത്രങ്ങൾ കാരണം, തമ്പി മെനഞ്ഞ ആ ഒരു തന്ത്രം കാരണം നമ്മുടെ അമലിന് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും തമ്പിയുടെ കയ്യിലകപ്പെട്ട തൻ്റെ ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു കമ്പനിയുടെ എല്ലാ രേഖകളും തിരിച്ചു പിടിക്കും എന്നൊരു വാശിയിലാണ് അബിയും. പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മുത്തശ്ശി ആ ഒരു ലഡുവിൻ്റെ പാത്രം എടുക്കാൻ വേണ്ടി പോയ സമയത്താണ് അതിൽ മുളക് പൊടി കണ്ടത്. അപ്പോൾ മുളക് പൊടി അറിയാതെ കണ്ണിൽ കൊണ്ടത് കൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം ജാനകി എടുത്ത് വെച്ചതാണെന്നും തന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ജാനകി ചെയ്തതാണ് എന്നാണ് മുത്തശ്ശി വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ മുത്തശ്ശി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ്. പക്ഷെ ഒരുപാട് വട്ടം പ്രഭ പറഞ്ഞുവെങ്കിൽ പോലും സമ്മതിച്ചില്ല. ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ആ ഒരു ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ സോമുവിൻ്റെ അടുത്ത് ഒരു വണ്ടിയൊക്കെ പിടിച്ചിട്ട് ഈ ബാഗൊക്കെ കൊണ്ട് വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ തറവാട്ടിലോട്ട് പോവും, എന്നിട്ട് അവിടെ സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. പക്ഷേ ഒരുപാട് വട്ടം പ്രഭാവതി പറയുന്നുണ്ട്, മുത്തശ്ശി വേണ്ട, മുത്തശ്ശി ആലോചിച്ചിട്ട് ചെയ്താൽ മതി. കാരണം മുത്തശ്ശിയുടെ മോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ട് മോൻ വന്നിട്ട് പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും മുത്തശ്ശിയെ കാണാൻ വരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഭയങ്കര വാശിയിൽ, ഇല്ല ഞാൻ ഇനി എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് മാറത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുത്തശ്ശിയെ തകർക്കാൻ വേണ്ടിയിട്ട് പൊന്നൂസും അമലും കൂടി ചെറിയൊരു പണി പറ്റിച്ചു. നമ്മുടെ അമല് നേരെ പറയുകയാണ്, ആ മുത്തശ്ശി പോയിക്കോട്ടെ. മുത്തശ്ശി പോകുമ്പോഴത്തേക്കും അവിടെ ഒരിക്കലും ഒരു വട്ടവും എല്ലാവരും ഈ ലഡു, ജിലേബി അങ്ങനെ മധുരപലഹാരങ്ങൾ അവരെ എപ്പോഴും വാങ്ങിച്ചു വെക്കത്തില്ല. അപ്പോൾ മുത്തശ്ശി അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മുത്തശ്ശി അവിടെ നിന്ന് ലഡുവും സ്വീറ്റ്സ് ഒന്നും മുത്തശ്ശിക്ക് കഴിക്കാനും പറ്റത്തില്ല. പിന്നെ പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ ഷുഗറും പെട്ടെന്ന് കുറഞ്ഞോളും, ഇൻസുലിനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നും മുത്തശ്ശി പോയതിൻ്റെ പിറകെ അമൃത കൊണ്ടുവരുന്ന സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഞാനും പൊന്നൂസും കൂടി കഴിക്കും. അപ്പോൾ പിന്നെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് തുള്ളിച്ചാടാമല്ലോ, മുത്തശ്ശി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ മുത്തശ്ശിക്ക് അത് കേട്ടപ്പോൾ സങ്കടം വന്നു. അങ്ങനെ മുത്തശ്ശിക്ക് മനസ്സിലായി, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എനിക്ക് അവിടെ ലഡുവും ജിലേബിയൊന്നും കിട്ടത്തില്ല. ഇവിടെയാണെങ്കിൽ വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിൽ എനിക്ക് പലഹാരങ്ങൾ കഴിക്കാമല്ലോ. അങ്ങനെ അവസാനം മുത്തശ്ശിയുടെ ആ ഒരു തീരുമാനത്തിൽ നിന്നും പിൻവലിച്ച് മുത്തശ്ശി പറയുകയാണ്, അയ്യോ എൻ്റെ അമൽമോന് വയ്യാത്തോണ്ട് എൻ്റെ മോനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും പോകുന്നില്ല എന്ന് പറഞ്ഞ് അടിപിടി ഉണ്ടാക്കിയെങ്കിൽ പോലും മുത്തശ്ശി അകത്തോട്ട് കയറി പോവാണ്. എന്തായാലും അമലിന്റെയും പൊന്നൂസിന്റെ ആ ഒരു തന്ത്രം പയറ്റി മുത്തശ്ശിയെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. പക്ഷേ ഒരിക്കലും ശാന്തമാവാതെ നിൽക്കുന്നത് നമ്മളെ തമ്പിയാണ്. അപ്പൊ തമ്പിയിൽ നിന്ന് ആ ഒരു സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അബിയും അജയും കൂടി അങ്ങോട്ട് നേരെ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജാനകി അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് ജാനകി ഒരു കാഴ്ച കാണുന്നത്. അവിടെ ഒരു അമ്മയും ഒരു മോളും അച്ഛനും കൂടി ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ട് എല്ലാവരിൽ നിന്നും പൈസ പിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ആ കുട്ടിയുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടാണ് പൈസ പിരിവ് ചെയ്യുന്നത്. പക്ഷേ ആ കുട്ടി പാടുന്നത് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ, ആർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ആരും പൈസയൊന്നും ഇട്ട് കൊടുക്കാതെ വെറുതെ കേട്ടോണ്ട് നിന്നതിന് ശേഷം പോവാണ്. അപ്പോൾ ആ അച്ഛൻ്റെ അടുത്ത് ആ മോള് പറയുകയാണ്, ഇനി എന്ത് ചെയ്യും, ആരും പൈസയൊന്നും തരുന്നില്ലല്ലോ, നമ്മൾ അമ്മയെ ഇനി എങ്ങനെ രക്ഷിക്കും? ആ ഒരു സങ്കടം കണ്ടപ്പോൾ ജാനകിയുടെ ജീവിതമാണ് ഓർത്തത്. അപ്പോൾ ജാനകിക്ക് സങ്കടം വന്നു. അങ്ങനെ ജാനകി ആ ഒരു അമ്മയും ആ ഒരു മോളെയും അച്ഛനെ ആശ്വസിപ്പിച്ചതിന് ശേഷം ജാനകി തന്നെ പാട്ട് പാടുവാണ്. ജാനകിയുടെ പാട്ട് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരും കൂടുകയും എല്ലാവരും ആ ഒരു അച്ഛനും മോൾക്കും കൂടി ആ ഒരു ബക്കറ്റിൽ പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജാനകിയുടെ ആ ഒരു പാട്ടൊക്കെ എല്ലാവരും ഫോണിൽ ഷൂട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരും ആ പാട്ടൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ആശംസിച്ചതിന് ശേഷം പോവാണ്. പക്ഷേ ഒരുപാട് സന്തോഷത്തോടെ ആ അച്ഛനും മകളും ജാനകിക്ക് നന്ദി പറയുകയും കുറച്ച് പൈസ എടുത്ത് ജാനകി ആ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഞങ്ങളുടെ കമ്പനിയാണ്, അപ്പോൾ ഈ കമ്പനിയുടെ MD എൻ്റെ ഭർത്താവാണ്, അപ്പോൾ ഈ ഒരു കാർഡും കൊണ്ട് കമ്പനിയിൽ പോയതിന് ശേഷം അബിയെ എൻ്റെ ഭർത്താവായിട്ടുള്ള അബിയെ കാണണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവർ ചോദിച്ചത്, ഇപ്പോൾ ഇത്രയും വലിയൊരു കമ്പനിയിൽ ഞാൻ ചെന്ന് കയറുമ്പോൾ എന്നെ അകത്തോട്ട് കയറ്റി വിടുമോ എന്ന് ചോദിച്ചപ്പോൾ ജാനകി പറയുവാണ്, അത് അബിയുടെ ഭാര്യ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ മതി, ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അമ്മയെ ചികിത്സിക്കാനുള്ള പൈസയൊക്കെ കിട്ടും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ജാനകി തിരിച്ചു പോവുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത്
നമ്മുടെ സൂര്യനാരായണൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അജയും അബിയും ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല. പിന്നെ അവർ ഇതുവരെ അവരുടെ വിവരം പോലും ഇല്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ? തമ്പിയിൽ നിന്നും ഇനി തൻ്റെ ആ ഒരു സ്വത്തുക്കൾ എങ്ങനെ തിരിച്ചെടുക്കും? കാരണം അത്രത്തോളം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടാണ് ആ കമ്പനി ഇത്രത്തോളം വലുതാക്കി എടുത്തതും ഇത്രത്തോളം ഞങ്ങൾ വളർന്നതും. അപ്പോൾ ആ ഒരു രേഖകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ നമുക്ക് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അജയും അബിയും വരുന്നത്. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ സൂര്യനാരായണൻ കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് എന്തായിന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ സ്വത്തുക്കളും എല്ലാ രേഖകളും എല്ലാം നമ്മളെ കൈവശമുണ്ടെന്നും അത് സുരക്ഷിതമാണെന്നും തമ്പി തന്നെയാണ് ആ ഒരു രേഖകൾ കൊണ്ടുപോയ വണ്ടി നേരെ ബാങ്കിൽ എത്തിച്ചത്. അങ്ങനെ ഇപ്പോൾ ആ രേഖയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ലോക്കറിലാണ് എന്ന് അബി സൂര്യനാരായണനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സൂര്യക്ക് ഭയങ്കര സന്തോഷം. ഇതെങ്ങനെ സാധിച്ചു? തമ്പി സാധാരണ ഇങ്ങനെ തോറ്റു കൊടുക്കുന്ന ആളല്ലോ, പിന്നെ എങ്ങനെ സാധിച്ചു എന്ന് പറയുമ്പോൾ അജയ് പറയാണ്, ഞാൻ പുറത്താണ് നിന്നത്, എനിക്കറിയത്തില്ല, ഏട്ടൻ മാത്രമാണ് അകത്ത് പോയത്, പക്ഷെ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവസാനം ഏട്ടൻ സന്തോഷത്തോടെയാണ് ഇറങ്ങി വന്നത് എന്ന് അജയ് പറയുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? എന്തായാലും അവിടെ ചെന്ന അബി അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ SI ഉണ്ടായിരുന്നു, പിന്നെ MLA ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, തമ്പിയുടെ കൂട്ടാളികളും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരിൽ നിന്നും എങ്ങനെ ഇത്രയും പെട്ടെന്ന് തമ്പിയെ വരുതിയിലാക്കി ആ ഒരു സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാനായിട്ട് സാധിച്ചു എന്ന കാര്യം അബി പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായിരിക്കും സംഭവം? ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകുക? ഇനി അപർണയ്ക്ക് ചെറുതായിട്ട് അജയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റ ബൈ.